ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിഫ്റ്റിയിലേക്ക് നോക്കുമ്പോൾ 187 പോയിന്റ് ആണ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്ത് പറഞ്ഞായിരുന്നു നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരിക്കും, 25,000 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാൻ സാധ്യത ഉണ്ട് എന്ന് പറയുണ്ടായി. നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് മുകളിലേക്കാണ് പോയിട്ടുള്ളത്. നമുക്ക് ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പുൾ ബാക്കിലേക്ക് അല്ലെങ്കിൽ റിവേഴ്സിലേക്ക് അത്ര രീതി വന്നിട്ടുണ്ട്. 24,846 വന്നിട്ട് പോകുമെന്ന് തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ അത്തരത്തിലേക്കുള്ള ഒരു ബാക്കിലേക്ക് വന്നില്ല. നേരെ വലിയ രീതിയിൽ അപ്പ് മൂവ്മെന്റ് കൊടുത്ത് മുകളിലേക്ക് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റി മുകളിലേക്ക് പോകാനുള്ള കാര്യം പറഞ്ഞാൽ ഗ്ലോബൽ മാർക്കറ്റിന്റെ പോസിറ്റിവിറ്റി തന്നെയാണ്, US മാർക്കറ്റിന്റെ പോസിറ്റിവിറ്റിയാണ്. പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ഫെഡറൽ റിസർവിന്റെ തീരുമാനം ഉണ്ടാകും, അതിന്റെ ചെയർമാന്റെ തീരുമാനം ഉണ്ടാകും എന്നുള്ള ഒരു പോസിറ്റിവിറ്റി തന്നെയാണ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. ഇതേ തുടർന്ന് ഗ്ലോബൽ മാർക്കറ്റ് പോസിറ്റീവിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് ചെക്ക് ചെയ്യുമ്പോൾ US മാർക്കറ്റ് ഒക്കെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള മാർക്കറ്റ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാവിലെ ഗ്ലോബൽ മാർക്കറ്റ് പോസിറ്റീവിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ മാർക്കറ്റ് നാളെ മൂവ്മെന്റ് പോകും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് ലെവലുകളോട് പരിശോധിക്കേണ്ടതുണ്ട്. നമുക്കിന്ന് റെസിസ്റ്റൻസ് ആയിട്ട് വെക്കാൻ സാധിക്കുക ലെവൽ 25,000 എന്ന് പറയുന്ന ലെവല്. ആ ലെവലിൽ നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം അനലൈസ് ചെയ്യുമ്പോഴും ആ ഒരു ലെവലിലേക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആവാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. കാരണം ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ അങ്ങനെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ലെവല് നമ്മളൊന്നുകൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. 25,000 ഒന്ന് ടെസ്റ്റ് ചെയ്താണ് ഒരു പ്രാവശ്യം 25.80 എന്ന് പറഞ്ഞ ലെവലിലേക്ക് ടച്ച് ചെയ്താണ്. അപ്പോൾ വീണ്ടും ആ ലെവലിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ 25,000 എന്ന് പറയുന്ന ലെവലും നാളെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആകാൻ സാധ്യതയുണ്ട്. ഈ ഒരു മേഖല ആവാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു മേഖല എന്ന് പറയുന്നത് 24,846 വീണ്ടും ഒരു സപ്പോർട്ട് തന്നെയാണ്. ഒരു ഗ്യാപ്പ് ഓപ്പണിംഗ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ മേഖല ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ 25,50 എന്ന് പറയുന്ന ഒരു മേഖലയിൽ നമുക്ക് റെസിസ്റ്റൻസ് ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ 25,100 എന്ന് പറയുന്ന മേഖല, ഈ ഒരു മേഖലയും റെസിസ്റ്റൻസ് ആയിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു മേഖലകളാണ്. അപ്പോൾ നാളത്തെ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ലെവൽ ഇമ്മോഡിറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് വെക്കാൻ സാധിക്കും. 25,000 25,50 എന്നിടയിലുള്ള ഒരു മേഖല, ഈ ഒരു മേഖലയിൽ നമുക്ക് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് വെക്കാൻ സാധിക്കും. ഗ്യാപ്പ് ഓപ്പണിംഗ് ആണ്, റിവേഴ്സ് വരുവാണെങ്കിൽ ഈ മേഖല സപ്പോർട്ട് എടുക്കും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അതുപോലെ 25,100 എന്ന് പറയുന്ന മേഖല ഒരു റെസിസ്റ്റൻസ് ആയിട്ടുള്ള മേഖലയാണ്. ഈ മേഖലയും ഒരു ആയിട്ടുള്ള മേഖലയാണ്. ഈ മേജർ ആയിട്ടുള്ള സപ്പോർട്ട് ലെവലുകൾ നോക്കുവാണെങ്കിൽ 25,000 ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടി തന്നെ സപ്പോർട്ടാണ്, മേജർ ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ തന്നെയാണ്. അതുപോലെ 24,950 എന്ന് പറയുന്ന ഒരു മേഖലയും ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം നോക്കുമ്പോൾ ആ ഒരു മേഖലയും സപ്പോർട്ട് ഏരിയ തന്നെയാണ്. ഇപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ FIAയും ബൈയിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. FIയും കുറച്ച് ദിവസങ്ങളായിട്ട് ബൈയിങ്ങിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇന്ന് DAയും ബൈ ചെയ്തിട്ടുണ്ട്. FI ഏകദേശം ഒരു 483 കോടിക്ക് അടുത്താണ് FI ബൈയിങ്ങിലേക്ക് വന്നിരിക്കുന്നത്. DA നോക്കുകയാണെങ്കിൽ 1,870 കോടിക്ക് അടുത്ത് DAയും ബൈയിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും ഏകദേശം ഒരു 114 പോയിന്റിന്റെ ഒരു മൂവ്മെന്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന ലെവലുകൾ തന്നെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ഗ്യാപ്പ് ഓപ്പണിംഗിന് ശേഷം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ലെവൽ എന്ന് പറയുന്നത് 51,163 അല്ലെങ്കിൽ ആ ഒരു ലെവൽ, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്, ഈ ഒരു സോൺ എന്ന് പറയുന്നത് നല്ല സപ്പോർട്ട് ഏരിയ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചാർട്ടിലേക്ക് നോക്കി ഒറ്റയ്ക്ക് നമുക്ക് കാണും. അതുപോലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു മേഖലയിലാണ് കൃത്യമായിട്ട് റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത്. ലെവൽ കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു ലെവല് 51,300 എന്ന് പറയുന്ന അല്ലെങ്കിൽ 51,316 എന്ന് പറയുന്ന മേഖലയിൽ ഒരു റെസിസ്റ്റൻസ് ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് ഈ മേഖലയിൽ. തീർച്ചയായിട്ടും നമ്മൾ മാർക്ക് ചെയ്ത് വെക്കേണ്ട ഒരു ഏരിയ ആണ്. റെസിസ്റ്റൻസ് എടുത്ത ഏരിയ ആയതുകൊണ്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ നാളത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിനുള്ളിലാണെങ്കിൽ, ഈ ഒരു റേഞ്ചിനുള്ളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു സൈഡ് വേസ് ട്രെൻഡ് പോവുകയാണെങ്കിൽ ഈ ഒരു ലെവൽ നമ്മൾ പരിശോധിക്കും. ഈ ലെവലിൽ ഒരു സൈഡ് വേസ് ട്രെൻഡ് പോവുക, അപ്പോൾ എങ്ങോട്ട് വേണമെങ്കിൽ ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ലെവലിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് 51,400 അല്ലെങ്കിൽ 51,500 എന്ന് പറയുന്ന ലെവലിലേക്ക് മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട് എന്ന് വെക്കാം. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ട് നല്ല രീതിയിലുള്ള ഒരു സ്റ്റാൻഡിലേക്ക് വരുവാണെങ്കിൽ മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റ് ഡൗണിലേക്കാണ് പോകുന്നതെങ്കിൽ 51,163 എന്ന് പറയുന്ന റേഞ്ച് മേജർ ആയിട്ടുള്ള സപ്പോർട്ടാണ്. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 51,22 എന്ന് പറയുന്ന ഒരു മൈനർ സപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 50,800 എന്ന് പറയുന്ന സപ്പോർട്ട് തന്നെയായിരിക്കും ഞാൻ ഒരു മേജർ ആയിട്ടുള്ള സപ്പോർട്ടായിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ലെവല്. അതുപോലെ തന്നെ നമുക്ക് നാളെ ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. ഫിൻനിഫ്റ്റിയുടെ ചാർട്ടും കൂടെ നമ്മൾ നോക്കണം. ഫിൻനിഫ്റ്റി ചാർട്ടിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് നല്ല രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ഇന്നും കിട്ടിയിട്ടുണ്ട്. ഗ്യാപ്പ് ഓപ്പണിംഗിന് ശേഷം മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ നമ്മൾ റെസിസ്റ്റൻസ് പരിശോധിക്കുമ്പോൾ 23,400 എന്ന് പറയുന്ന റേഞ്ച് പ്രധാനമായിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ 23,500 പ്രധാനമായിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്.
23,350 എന്ന് പറയുന്ന ഒരു മേഖല പ്രധാനമായിട്ടുള്ള സപ്പോർട്ട് ആയിട്ട് ആക്ട് ചെയ്യും. 400 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരമുള്ള റെസിസ്റ്റൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി ചാർട്ടിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ ലെവലുകൾ നോക്കുന്നുണ്ടോ നോക്കാം. ഇവിടെ നമുക്ക് ഗ്യാപ്പ് ബാർ ഓപ്പണിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ ഈ ഒരു ലെവലിന് PDHന് ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ 23,500 എന്ന് പറയുന്ന ലെവല് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ഉള്ള ലെവലാണ്. അതുപോലെ തന്നെ ആ ലെവലിന് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാവുന്നത് 23,600 പറയുന്ന ഒരു മേജർ ആയിട്ടുള്ള അല്ലെങ്കിൽ 640 ഒരു ലെവൽ മേജർ ആയിട്ടുള്ള ഏരിയ തന്നെയാണ്. സപ്പോർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ 23,350 എന്ന് പറയുന്ന ഒരു മേഖല, ഈ ഒരു മേഖല പ്രധാനമായിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആണ്. അതുപോലെ തന്നെ അതിന് താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ 23,200 എന്ന് പറയുന്ന മേഖലയും പ്രധാനമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു മേഖല പ്രധാനമായിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നേരെ മറിച്ച് സൈഡ് വേസ് ട്രെൻഡിലാണ് മാർക്കറ്റ് പോകുന്നത്. സൈഡ് വേസ് പോകാൻ ചാൻസ് കുറവാണ്. നാളെ മാർക്കറ്റ് നിഫ്റ്റി എക്സ്പയറി ആയിട്ട് നിഫ്റ്റിയിൽ നാളെ ഒരു റാലി നടക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ സാധിക്കും ഒരു ട്രെൻഡ് ലൈനൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെൻഡ് ലൈനിന്റെ ഉള്ളിൽ കൂടെയാണ് മാർക്കറ്റ് പോയിട്ടുള്ളത്. നോക്കി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ട്രെൻഡ് ലൈനിന്റെ ഉള്ളിൽ കൂടെയാണ് മാർക്കറ്റ് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നാളെ ഒരു അപ്പ് മൂവ്മെന്റ് തന്നെ കൊടുത്ത ഈ 23,400 സപ്പോർട്ട് ഏരിയ തന്നെയാണ് ഈ ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ഇതിന് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ 23,500 അതുപോലെ തന്നെ 550 എന്ന് പറയുന്ന രീതിയിൽ മാർക്കറ്റ് പോകാനുള്ള ചാൻസ് ആണ് തോന്നുന്നത്. എൻ്റെ ഒരു വ്യൂവിലാണ് പറയുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ലെവൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് നോക്കുക. ടെസ്റ്റ് ചെയ്ത് വിട്ടുകളഞ്ഞേക്കുക. ഇതിപ്പോൾ എല്ലാവരും ഒരുപോലെ ഇരിക്കണമെന്നില്ല. മാർക്കറ്റ് നമ്മുടെ വ്യൂവിനനുസരിച്ച് മാർക്ക് ചെയ്യണമെന്നില്ല. മാർക്കറ്റിന്റെ രീതിയിലാണ് മാർക്കറ്റ് പോകുമ്പോൾ തീർച്ചയായിട്ടും ആരെങ്കിലും പറയുന്ന അനുസരിച്ച് മാർക്കറ്റ് പോവില്ല. മാർക്കറ്റിന്റെ രീതി മാത്രമാണ് മാർക്കറ്റ് പോകുമ്പോൾ. തീർച്ചയായിട്ടും ഈ ലെവലുകളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് നോക്കുക. നമ്മൾ അനലൈസ് ചെയ്യുന്നത് നമ്മൾ തീർച്ചയായിട്ടും ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇരിക്കേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ ഈ ലെവലുകളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ മാത്രമാണ്.